മക്കളെ എക്സാം ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഒരു സമയത്ത് നമ്മുടെ പഠന രീതിയിൽ നമ്മൾ ചില ചേഞ്ചസ് ഒക്കെ വരുത്തും. കാരണം നമുക്ക് ഉള്ളിൽ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, ഇനിയെങ്കിലും നന്നായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങണം, നമ്മുടെ പഠന രീതിയൊക്കെ ഒന്ന് മാറ്റണം, ഇതുവരെ പഠിച്ച പോലെ ഒന്നും ആവരുത്, ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം അല്ലെ, കുറച്ച് നേരം കൂടെ ഞാൻ ഇരുന്ന് പഠിക്കണം, എന്നാലാണ് എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടുക എന്നുള്ള ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലാണ് ആൾക്കാർ പഠിക്കാതിരിക്കുന്നുണ്ടായിരിക്കുക. ചില ആൾക്കാർ രാവിലെ നേരത്തോടെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, ചില ആൾക്കാർ രാത്രി ഇരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ മിസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് രാത്രി ഇരുന്ന് പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ രാത്രി ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും വിചാരിച്ച പോലെ അത്രയും നേരം ഇരുന്ന് പഠിക്കാൻ പറ്റണം എന്നില്ല അല്ലേ. കാരണം നമ്മൾ രാത്രി നല്ല ഉഷാറായിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുക, കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും അല്ലേ, പെട്ടെന്ന് തന്നെ ഉറക്കം വരും എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഫോക്കസ് കിട്ടുന്നില്ല, അതേപോലെ തന്നെ പല പല ഡിസ്ട്രാക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇടയിൽ അഥവാ ഒരു ഗ്യാപ്പ് എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ച് വരാനായിട്ട് തിരിച്ച് പഠിക്കാനിരിക്കാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള കുറച്ച് സീക്രട്ട് ടിപ്സാണ് മിസ് പറഞ്ഞു തരുന്നത്. സീക്രട്ട് ഒന്നും അങ്ങനെ പറയാനില്ല, എന്നാലും മിസ്സിനെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് ടിപ്സുകളാണ് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. ഇതെല്ലാവരും എന്ത് ചെയ്യാമെന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, കാരണം ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് മിസ് ഇത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആവും എന്നാണ്, യൂസ്ഫുൾ ആയി എന്നാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രി പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക് എന്നുള്ളത് നല്ല കറക്റ്റായിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം. അതായത് നല്ല ഹാർഡായിട്ടുള്ള നമ്മളെ കൊണ്ട് പറ്റാത്ത സാധനമാണ് നമ്മൾ രാത്രി ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കാം. നമുക്ക് തീരെ ഇഷ്ടമാകുന്ന സബ്ജക്റ്റാണ്, മാത്രമല്ല ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സാധനമാണ്, നമുക്ക് പഠിച്ചായിട്ട് തലയിൽ കയറുന്നില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ രാത്രി ഇരുന്ന് പഠിക്കാനുള്ള സമയത്ത് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്ഷീണം വരും, ഭയങ്കര ടയേർഡാവും, നമുക്ക് മെൻ്റലിയും ഒരു രസം ഉണ്ടാവില്ല. കാരണം നമ്മൾ തീരെ ഹാപ്പി ആയിരിക്കില്ല, പഠിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അപ്പോൾ എൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും. എനിക്ക് എത്ര പഠിച്ചാലും തലയിൽ കയറില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ വേണ്ട, നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാനായിട്ടുള്ള ടോപ്പിക്സ്, അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവിഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ റിവൈസ് ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്ര ഭയങ്കര ഹാർഡല്ലാത്ത ടോപ്പിക്കുകളൊക്കെ നോക്കിയിട്ട് ഇത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള അധികം വലിയ ഹാർഡല്ലാത്ത ടോപ്പിക്ക് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും പഠിക്കാനായിട്ട്. രാത്രിയൊക്കെ ഇരുന്ന് കുറച്ചും കൂടെ നേരെ ഇരുന്ന് നമുക്ക് പഠിച്ചിട്ട് കിട്ടുന്നുണ്ട്, നമ്മുടെ തലയിൽ കയറുന്നുണ്ട്, അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ കുറച്ചും കൂടെ നേരെ ഇരുന്ന് പഠിക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം നമുക്ക് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ പഠിക്കുന്ന ആ ഒരു ഏരിയ അത് നമ്മൾ സെറ്റാക്കണം. അതായത് നമ്മൾ രാത്രി പഠിക്കുന്ന ആ ഒരു സ്ഥലത്ത്, ഇപ്പോൾ നമുക്കിപ്പോൾ ചിലർ ഫോണിലായിരിക്കും ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടായിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ടാബിലോ അല്ലെങ്കിൽ ലാപ്പിലോ ഒക്കെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ കാണുന്ന ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ടേബിളിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത്. അല്ലാതെ അതായത് ചിലപ്പോൾ നമുക്ക് ബുക്ക് ആവശ്യമുണ്ടായിരിക്കും, അങ്ങനെ ബുക്ക്, പെന്ന് അല്ലെങ്കിൽ ഈ ഫോണോ അല്ലെങ്കിൽ ലാപ്പോ ഏതിലാണോ നിങ്ങൾ ക്ലാസ് കാണുന്നത് ആ കാര്യങ്ങൾ മാത്രം മതി അവിടെ. അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ മാറ്റി വയ്ക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലാസ് കൊണ്ടിരിക്കുന്ന ഇടയിൽ അവിടെ വേറെ എന്തെങ്കിലും സാധനം കണ്ടോ, അപ്പോൾ നമ്മൾ അതുമ്പോൾ തിരിപ്പിടിച്ചിരിക്കും. അങ്ങനെ തന്നെ നമുക്കിങ്ങനെ കുറേ സമയം വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി വയ്ക്കുക. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് ഇടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് കാണുന്നത് എന്താണോ അത് ഏതിലാണെന്ന് വെച്ചാൽ അതും വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിലാണെങ്കിൽ ഫോണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടാബിലാണെങ്കിൽ ടാബ് അല്ലെങ്കിൽ ലാപ്പിലാണെങ്കിൽ ലാപ്പ്, അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ വെക്കുക. പിന്നെ അതേപോലെ തന്നെ നോട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ അതും അവിടെ വെക്കുക. അത്ര മാത്രമേ അവിടെ വേണ്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മാറ്റി വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫോണിലെല്ലാം വെച്ച് ഞാൻ ഓൾറെഡി നോട്ടുകളാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫോൺ എന്ത് ചെയ്യുക, അവിടേക്ക് വെക്കുക വേണ്ട, അതങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് കാരണം നമുക്ക് പിന്നെ ഫോൺ ഇങ്ങനെ നോക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ഫോണിലല്ല നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ആ ഫോൺ അവിടെ ദൂരേക്ക് മാറ്റി വെച്ചോ, എന്നിട്ട് നമ്മൾ നോട്ട് വയ്ക്ക് പഠിക്കുക. പിന്നെ ഇനിയിപ്പോൾ ഫോണിലാണ് നിങ്ങൾ ക്ലാസ് കാണുന്നതെന്ന് വിചാരിക്കുക, അപ്പോൾ നമുക്ക് അടുത്ത പ്രശ്നം എന്താണ്, ഇങ്ങനെ ടിങ് 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 എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഡൻസി ആയിരിക്കില്ലേ, ഇങ്ങനെ അയ്യോ ആരായിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നോക്കാനായിട്ട് നമുക്കൊരു ടെൻഡൻസി വരും. അപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി വയ്ക്കാം. ഓക്കെ, ഫോണിലൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ എന്ത് ചെയ്യുക, വേഗം തന്നെ ഓഫാക്കി വയ്ക്കുക. ഇനി അഥവാ നിങ്ങൾ ഇൻസ്റ്റഗ്രാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത്
നോക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസമില്ല എന്നാണെങ്കിൽ അതിനൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ ബ്ലോക്ക് ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ടൈം വേണമെങ്കിൽ ഫിക്സ് ചെയ്യും, ഇത്ര സമയം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാക്സിമം ഫോണിൽ കൂടെയുള്ള ഡിസ്ട്രാക്ഷൻസ് മൊത്തം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളൊരു ഒരു യെല്ലോ ലൈറ്റിലൊക്കെ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. കാരണം ഭയങ്കരമായിട്ട് അതിങ്ങനെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന ആ ഒരു ലൈറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഡിം ആയിട്ടുള്ള ലൈറ്റിൽ നമ്മളിരുന്ന് പഠിക്കരുത്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൽ തന്നെ ഇരുന്ന് പഠിച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരില്ല, കുറച്ച് നേരം കൂടെ കൂടുതൽ നേരം ഇരുന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്ത കാര്യം, നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം എവിടെയാ? ഇതേപോലെ നമ്മൾ ബെഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ലാലല പാടി ഇങ്ങനെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോഴേക്കും അല്ലേ കഥം ടാറ്റാ ബൈ ബൈ അല്ലേ, ഉറങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ അവിടെ കൂർക്ക വലിച്ച് കിടന്ന് ഉറങ്ങലായിരിക്കും പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡിലിരുന്നുള്ള പഠിത്തം വേണ്ട. ഓക്കെ, ബെഡിലിരുന്നുള്ള പഠിത്തം മാക്സിമം ഒഴിവാക്കുക. നമ്മുടെ ചെയറിലിരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ചെയറിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ഉറങ്ങൂല. ബെഡിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ഇരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിടന്ന് പഠിക്കും, പിന്നെ കിടന്നു ഉറങ്ങി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബെഡിലിരുന്നുള്ള പഠിത്തം മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഒരു റൂളുണ്ട്, അതാണ് നമ്മുടെ 45-15 റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു 45 മിനിറ്റ് നേരം അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ 45 മിനിറ്റ് എന്നുള്ളത് നല്ല ഫോക്കസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രേക്ക് എടുക്കുക. ഓക്കെ, 45 മിനിറ്റ് നമ്മൾ ഇരുന്ന് പഠിച്ചു, അതിനുശേഷം 15 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് നേരമൊക്കെ ഒന്ന് നടക്കുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുക, പിന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഫോണിൽ നമ്മൾ അല്ലേ സ്ക്രോൾ ചെയ്യാനായിട്ട് പോയിരുത്. ഓക്കെ, ജസ്റ്റ് ബ്രേക്കില്ലേ, അപ്പോൾ കുറച്ചേരം ഇൻസ്റ്റാഗ്രാം എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് റീൽസൊക്കെ കാണാം എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരിക്കലും പോകരുത്. കാരണം നമ്മൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അവിടെ ഇരിക്കും, പിന്നെ നമുക്ക് വീണ്ടും പഠിക്കാനിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോണിൽ സ്ക്രോൾ ചെയ്ത് നോക്കാനായിട്ട് പോകാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നല്ല മുഖമൊക്കെ ഒന്ന് കഴുകുക, എപ്പോഴും നല്ല ഫ്രഷ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ബ്രേക്ക് ടൈമിൽ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, നമുക്ക് ഇപ്പം നിങ്ങൾക്ക് വിശക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം? നമുക്ക് വിശപ്പാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്നുണ്ടെങ്കിൽ എപ്പോഴും രാത്രിയൊക്കെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ്, അതായത് ഇതേപോലെയൊക്കെയുള്ള നട്ട്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടേബിളിൽ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അത് നമ്മുടെ ബ്രെയിനും നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കഴിക്കുക. ഇനി ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ രാത്രി ഇരുന്ന് പഠിക്കുകയാണ്, അപ്പോൾ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നു, അപ്പോൾ നമുക്ക് തന്നെ വിശന്നു. അപ്പോൾ വിശന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വല്ല മാഗി അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം എന്നുള്ള രീതിക്ക് നമ്മൾ പോകുന്നു. അങ്ങനെ പോയിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കുന്നു, നമ്മൾ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തായാലും ഫുഡ് കഴിക്കില്ലേ, ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ സീരീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയോ സീരീസ് അങ്ങനെ എന്തെങ്കിലും കുറച്ചേരത്തേക്ക് ഇടാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ സീനാണ് അല്ലേ. കാരണം എന്താ? പിന്നെ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ടി വി വെക്കുക അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ എന്തെങ്കിലും ഇരുന്ന് പോവും കണ്ടിന്യൂസ് ആയിട്ട്, പിന്നെ ഒരു തിരിച്ചറിവില്ല സജ്ജി. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? നട്ട്സൊക്കെ എപ്പോഴും നമുക്ക് വിശപ്പ് വരുമ്പോൾ അങ്ങനത്തെ നട്ട്സോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ്സൊക്കെ, ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എപ്പോഴും ആ ടേബിളിൽ തന്നെ നിങ്ങൾ പഠിക്കാതിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വിശക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, ബ്രേക്ക് എടുത്താലും പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇത് മിസ് അധികം ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, അത്രയും നിങ്ങൾ ടയേർഡായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പവർ നാപ്പ് എടുക്കാം. അതായത് കുറച്ച് നേരത്തെ ഒരു 10 to 20 മിനിറ്റ്സ് നേരത്തേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് വരാം. പക്ഷെ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, 30 മിനിറ്റിലും കൂടുതൽ ഉറങ്ങാനായിട്ട് പാടില്ല. 30 മിനിറ്റിലും കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ പവർ നാപ്പ് ആക്ച്വലി നല്ലതാണ്. അതായത് കുറച്ച് നേരം നമ്മളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടെ കൂടുതൽ നേരം നമുക്കിരുന്ന് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയാണ്. പവർ നാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പവർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പക്ഷേ ആ ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ ഉറങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കൂടുതലായി കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വിചാരിച്ച പോലെ എനർജി ഇല്ല നമുക്ക് വരിക, നമുക്ക് കൂടുതൽ ക്ഷീണവും, വീണ്ടും കിടന്ന് ഉറങ്ങാനേ തോന്നുള്ളൂ. അപ്പോൾ ഇത് അത്രയും പറ്റാത്തൊരു സിറ്റുവേഷനിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. കാരണം മിസ്സും ഈ പവർ നാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മിസ്സും ഈ പറഞ്ഞ പോലെ മിസ്സും പഠിക്കുന്ന സമയങ്ങളിൽ പവർ നാപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ പോക്കാട് കിടന്നുറങ്ങും. അതുകൊണ്ട് ഞാൻ അധികം ഇത് റെക്കമെൻഡ് ചെയ്യില്ല. അത്രയും നിങ്ങൾക്ക് പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രം ഒരു 10 to 20 മിനിറ്റ്സ് മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ഉറങ്ങാൻ പാടുള്ളൂ. അതും നിങ്ങൾ ടേബിളിലൊക്കെ ജസ്റ്റ് ഒന്ന് തല വെച്ച് കിടന്നാൽ മതി. ബെഡിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പവർ നാപ്പ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ്
എൻഡ് വിത്ത് റിവിഷൻ. എപ്പോഴും നമ്മുടെ രാത്രിയുള്ള പഠിത്തം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സമയം നമ്മൾ എന്തൊക്കെയാണ് ആദ്യം മുതൽ പഠിച്ചത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ബുക്കൊക്കെ നടച്ചു വെച്ച് ഒന്ന് മൈൻഡിലേക്ക് ഒന്ന് ഓർത്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുക്കിൽ അങ്ങനെ വെറുതെ ഇങ്ങനെ എഴുതിയോ പോയിന്റ്സ് ഒക്കെ വെറുതെ ഇങ്ങനെ നമ്മൾ എഴുതൂലേ നൈസായിട്ട്, അപ്പോൾ അങ്ങനെ എഴുതും. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അന്നത്തെ ദിവസം ആ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സമയത്ത് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. അത് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതവിടെ മൈൻഡിൽ ഫിക്സ് ആയിരിക്കും, പിന്നീട് നമ്മൾ മറന്നേ പോവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഇനിയും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു ഏകദേശം ഒരു രാത്രിക്ക് ഒരു സമയത്താണ് നമ്മുടെ ക്ലാസ്സുകളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നല്ല വൃത്തിക്ക് ക്ലാസ്സുകളൊക്കെ കേട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിലിരുന്നിട്ടായിരിക്കും പഠിക്കുന്നുണ്ടായി, കുറേ പേർക്ക് കലോത്സവം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ മിസ്സായി പോകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ മുന്നത്തെ നോട്ടുകളില്ല മിസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെയും കുറേ പേര് പറയാറുണ്ട് അല്ലെ. ഇപ്പോഴത്തെ ക്ലാസ്സുകൾ മിസ് ഇപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്, അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നത്തെ നോട്ടുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള ക്ലാസ്സുകളുടെ ഒക്കെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാംസ് നടത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനർ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം ഈ ഒരു സമയത്ത് എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇനി വരാൻ പോകുന്ന നമ്മുടെ എക്സാംസിലൊക്കെ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ ഫാമിലീൻ്റെ ഭാഗമായിട്ട് മാറാം. അപ്പോൾ ഇപ്പോഴും അഡ്മിഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ. കാരണം എക്സാം ടൈം ആകുമ്പോൾ നമുക്കറിയാലോ എല്ലാവർക്കും ആവശ്യമുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനർ ഫാമിലിയിലെ ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള നമ്പർ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓൾറെഡി മുന്നേ നടന്നു പോയിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ, അതായത് ആദ്യത്തെ ചാപ്റ്റർ മുതലുള്ള ക്ലാസ്സുകളിലൊക്കെ ക്ലാസ്സുകളും ഒക്കെ റെക്കോർഡായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഒക്കെ നോട്ടുകൾ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. വർക്ക്ഷീറ്റ് ആയാലും മുന്നേ നടന്നു പോയിട്ടുള്ള എക്സാംസും അതിൻ്റെ ആൻസർക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു അവസരം മിസ്സാക്കി കളയരുത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീസ് നല്ലോണം കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം കറക്റ്റായിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നാണെങ്കിൽ അതൊന്ന് മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. മിസ് ഇനിയും നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലവ് യു ആൾ.